പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ വചനം. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ പീഡാസഹനത്തിനായി നമുക്ക് നൽകിയത്. ഈ ഭൂമിയിലേക്ക് യേശു വന്നത് നമ്മുടെ രക്ഷകനായിട്ടാണ്. ദൈവം ഈ ലോകത്തെ, അതായത് നാം ഓരോരുത്തരെയും അത്യധികമായി സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിക്കൊണ്ടാണ് ദൈവം ആ സ്നേഹം പ്രകടമാക്കിയത്. യേശുവിൻ്റെ സഹനത്തിലൂടെയാണ് നാം രക്ഷ പ്രാപിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു പീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷയാണ് യേശു ഏറ്റുവാങ്ങിയത്. ഒരു പാപവും ചെയ്യാത്ത യേശു ഒരു പാപിയായി മാറി നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റെടുത്ത് നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചപ്പോൾ, ദൈവത്തിൽ നിന്നകന്ന് പാപാന്ധകാരത്തിൽ അകപ്പെട്ടപ്പോൾ, ആ മനുഷ്യനെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നിത്യജീവന് അർഹരാക്കുന്നതിന് വേണ്ടിയാണ് യേശു പീഡകൾ ഏറ്റെടുത്തത്, കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. യേശു ലോക രക്ഷകനാണ്. യേശുവിലുള്ള വിശ്വാസത്തെ തകർക്കുന്നത് സാത്താനാണ്. യേശുവിൽ നിന്ന് മനുഷ്യരെ അകറ്റി അവൻ്റെ കീഴിലാക്കുകയാണ് സാത്താൻ ചെയ്യുന്നത്. 2 കൊറിന്തോസ് 4:4 തിരുവചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ലഭിക്കുന്നില്ല. നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നാം അവിശ്വാസിയാകുമ്പോൾ സാത്താന് വളരെ എളുപ്പത്തിൽ നമ്മെ കെണിയിൽപ്പെടുത്താൻ കഴിയും. സാത്താൻ്റെ കെണിയിൽ പെടാതെ യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അനുദിനം ജീവിക്കാനായിട്ട് നാം പരിശ്രമിക്കണം. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.